കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ച് ആവിയിൽ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. അതിനു വേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഇതിലേക്ക് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിനെ കുറുക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഇതിൽ വെള്ളത്തിൽ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് തണിയാൻ കുറച്ച് സമയം തണിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് നല്ലപോലെ കൈവച്ച് കുഴച്ചെടുക്കാൻ. ഇനി ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ, ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാൻ. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മാവ് ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്ത് കൊണ്ടുവരണം. ഞാനിത് നല്ലപോലെ കുഴച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിനി ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പലകയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. അത് ഒട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. ചെറുതായി ഒന്ന് പരത്തിയാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കിയ ഇറച്ചിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കണം. നല്ലപോലെ പുറത്താവാതെ പോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം.
ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ചിക്കൻ നിറച്ച് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ മുകളിലേക്ക് തേങ്ങ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റീമർ അടുപ്പിൽ വെക്കാം. അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടി വെച്ച തേങ്ങയിൽ നിങ്ങൾക്ക് കവർ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ടാവും. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് കുറച്ചൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മട്ടനോ അല്ലെങ്കിൽ ചെമ്മീൻ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.